നമസ്കാരം. ചാമ അല്ലെങ്കിൽ ലിറ്റിൽ മില്ലറ്റ് ഉപയോഗിച്ചിട്ട് ശരിയായ രീതിയിൽ എങ്ങനെയാണ് കഞ്ഞി തയ്യാറാക്കിയെടുക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. മില്ലറ്റ്സ് കഴിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുമ്പ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഷെയർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ മില്ലറ്റ് റെസിപ്പീസും മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് മില്ലറ്റ് റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ മില്ലറ്റ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ആ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമുക്ക് കഞ്ഞി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കഞ്ഞി തയ്യാറാക്കാൻ ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് ചാമ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 1 കപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് കഴുകിയെടുക്കണം. ഒരു പ്രാവശ്യം കഴുകിയെടുത്താൽ മതി. നമുക്ക് ഈ വെള്ളം മാറ്റാം. അതിനുശേഷം നമുക്കിത് കുതിർത്താനായിട്ട് വെക്കാം. ഇപ്പം കഞ്ഞിക്ക് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം വേണം. നമുക്ക് കഞ്ഞി എത്ര കട്ടി വേണോ അതിനനുസരിച്ച് തീരുമാനിക്കാം. ഞാനിപ്പോൾ ഒരു 4 ഗ്ലാസ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇനി 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് 6 മുതൽ 8 മണിക്കൂർ വരെ കുതിർത്തെടുക്കണം. അതിനുശേഷം വേണം നമ്മളിത് കഞ്ഞി തയ്യാറാക്കി എടുക്കാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ തലേദിവസം രാത്രി കിടക്കുന്നതിന് മുമ്പ് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കാം. ഇതിപ്പോൾ കുതിർത്തെടുത്തു. ഇനി ഇതിൻ്റെ വെള്ളം നമുക്ക് മാറ്റാം. ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ കഞ്ഞി തയ്യാറാക്കാൻ പോകുന്നത്. ഇനി അടുപ്പ് കത്തിച്ച് അതിലേക്ക് ഒരു മൺപാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മൺപാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ന്യൂട്രീഷനൊക്കെ പോവാണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ കുതിർത്തെടുത്ത വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. ഇത് തിളച്ച് വരട്ടെ. അപ്പം അതിനായിട്ട് ഒരു അടപ്പ് വെച്ച് അടച്ച് കൊടുക്കുകയാണ്. വെള്ളം ചെറുതായി തിളയ്ക്കാൻ തുടങ്ങി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മാറ്റി വെച്ച കുതിർത്തെടുത്ത ചാമ കൂടി ചേർത്ത് കൊടുക്കാം. ചാമ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് തിളച്ച് വരണം. നമുക്കൊരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. അടപ്പ് വെച്ച് അടയ്ക്കുമ്പോൾ ഇതുപോലെ ചെറിയ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം അടയ്ക്കാനായിട്ട്. ഇതുപോലെ ഒരു 5-10 മിനിറ്റ് ഒക്കെ കൂടുമ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കഞ്ഞി ഒരുവിധം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ഏത് മില്ലറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ കഞ്ഞി തയ്യാറാക്കി എടുക്കാം. ഇതിപ്പോൾ 15 മിനിറ്റിൻ്റെ അടുത്ത് ആവാറായിട്ടുണ്ട്. ഒരുവിധം കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കും തോറും കുറച്ചും കൂടി കട്ടിയായി വരും. ഞാനിപ്പോൾ ഓഫ് ചെയ്യാണ് ഗ്യാസ്. ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ഡിന്നറിനോ ഒക്കെ ഇതുപോലെ കഞ്ഞി തയ്യാറാക്കി കുടിക്കാവുന്നതാണ്. എല്ലാവരും കഞ്ഞി തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. ഇനി ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. മില്ലറ്റ് അല്ലെങ്കിൽ ചെറുധാന്യം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പാൽക്കഞ്ഞിയുടെ റെസിപ്പിയാണ് ഇത്. നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ കഴിക്കാം. ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. പാൽക്കഞ്ഞി തയ്യാറാക്കിയെടുക്കാൻ ഏത് മില്ലറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് വരക് അല്ലെങ്കിൽ കോഡോ മില്ലറ്റാണ്. ഇത് വെച്ചിട്ട് ചോറ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് മുമ്പ് വീഡിയോയിൽ കൊടുത്തിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ ഇനി ഇത് ആദ്യം തന്നെ നമ്മൾ 6 മുതൽ 8 മണിക്കൂർ വരെ കുതിർത്തെടുക്കണം. ഇത് ഞാൻ ഓൾറെഡി കുതിർത്തെടുത്തതാണ്. വരകായതുകൊണ്ട് തന്നെ കുതിർത്തെടുക്കുമ്പോൾ വെള്ളത്തിന് ഈ ഒരു കളറ് വരും. അത് സ്വാഭാവികമാണ്, പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ കുതിർത്തെടുത്ത വെള്ളത്തിൽ തന്നെയാണ് പാകം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ 3/4 കപ്പ് വരക് അരിയാണ് ഞാൻ എടുത്തിരുന്നത്. അതിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കുതിർക്കാൻ വെച്ചിരുന്നത്. ഇനി ഇത് നമുക്ക് സാധാരണ അരി വേവിക്കുന്നത് പോലെ തന്നെ വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കാനായി പാത്രം അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് നമ്മൾ മില്ലറ്റ് കുതിർത്തെടുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇത് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഏതെങ്കിലും തരം അൺറിഫൈൻഡ് ഓയിൽ നിങ്ങൾക്ക് ചേർക്കാം. ബുൾ ഡ്രിവൺ ഓയിൽ ചേർക്കണം എന്നാണ് ശരിക്കും പറയുക. ഞാനൊരു അൺറിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഈ വെള്ളം ഒന്ന് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച മില്ലറ്റ് ചേർത്ത് കൊടുക്കാം. ഏത് മില്ലറ്റ് വെച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും ഇതേ രീതിയിൽ ചെയ്തെടുത്താൽ മതി. നമുക്ക് മില്ലറ്റ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് മില്ലറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് ഇതുപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മില്ലറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. വീണ്ടും അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കുമ്പോൾ മുഴുവനായിട്ട് അടച്ചു വയ്ക്കരുത്, കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടച്ചു വയ്ക്കാൻ. അപ്പോൾ ഒരുവിധം വറ്റി തുടങ്ങി വെള്ളം. ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം എടുത്തുന്നുണ്ട്. 3/4 കപ്പിന് 2.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് കുഴഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. കണ്ടില്ലേ, വെള്ളം വറ്റി വരുമ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വരും. നമ്മൾ കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട്. ഇനി ഇത് വറ്റി വന്നപ്പോൾ ഇതിലേക്ക് നാളികേരം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. നാളികേരം പാൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ 1 കപ്പ് പാലാണ് ചേർത്തത്. 2ാം പാൽ ചേർത്ത് കൊടുത്താൽ മതി. 1 കപ്പ് 2ാം പാൽ ചേർത്ത് കൊടുത്തു. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയൊരു തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറിയൊരു തിള വരാൻ തുടങ്ങി. ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഓഫ് ചെയ്യാണ്. ഇപ്പോൾ ഇത് കുറുകി വരും ഓഫ് ചെയ്ത് വെച്ചാലും. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാല് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൺസിസ്റ്റൻസിയിൽ വ്യത്യാസം വരുത്താം. ഇതിപ്പോൾ എനിക്ക് കറക്റ്റായിരുന്നു. ചൂടാറി വന്നപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കിയത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മെഴുക്കുവരട്ടിയോ അല്ലെങ്കിൽ ചമ്മന്തിയോ പപ്പടമോ ഒക്കെ ചേർത്ത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഡിന്നറിനൊക്കെ പറ്റിയതാണ്. പപ്പടം മാത്രമാണെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കും. ഇനിയും ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.